നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് മറ്റൊരു കളി ഹെയ്ത്തി സ്കോട്ട്ലൻഡ് ആയിരുന്നു. അതിൽ സ്കോട്ട്ലൻഡ് ഏകപക്ഷീയമായി ഒരു ഗോളിന് ഹെയ്ത്തിയെ തോൽപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം 28ാമത്തെ മിനിറ്റിൽ മഗ്ഗിൻ ആണ് 28ാമത്തെ മിനിറ്റിൽ സ്കോട്ട്ലൻഡിന് വേണ്ടി സ്കോർ ചെയ്തത്. പിന്നെ കളിയിൽ ഗോളുകളൊന്നും വീണില്ല. ഹെയ്ത്തി പരമാവധി ശ്രമിച്ചെങ്കിലും സ്കോട്ട്ലൻഡിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. സ്കോട്ട്ലൻഡ് ഒരൊറ്റ ഗോളിന് അടിച്ച ഒരു ഗോളിൽ തൂങ്ങി നിന്നു എന്ന് തന്നെ വേണം പറയാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹെയ്ത്തിയുടെ കളി വലിയ ആവേശത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്ന ഡക്കൻ നാസൻ ഇന്ന് ടീമിലുണ്ടാകുമോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഡക്കൻ നാസനെ കളിക്കാൻ ഇറക്കിയില്ല, പകരം ബെഞ്ചിലിരിക്കുകയാണ് ഡക്കൻ നാസൻ ചെയ്തത്. എന്തായാലും ഹെയ്ത്തി ഈ കളി തോൽക്കുകയും ചെയ്തിരിക്കുന്നു. ഹെയ്ത്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത 2 മത്സരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിൽ മുന്നോട്ട് പോകാൻ ആ 2 കളികളിൽ എപ്പോഴെങ്കിലും ഡക്കൻ നാസന് അവസരം കിട്ടും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഇരിക്കാം. എന്തായാലും ഈ കളിയിൽ സ്കോട്ട്ലൻഡ് തന്നെയായിരുന്നു ആധിപത്യം. ഹെയ്ത്തിക്ക് മേൽ നല്ല ആധിപത്യം പുലർത്തിയ, വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള, വളരെ നിയന്ത്രിതമായി കളിച്ച സ്കോട്ട്ലൻഡ് വളരെ വൃത്തിയായി കളിക്കുകയും ഒരു ഗോളിന് ജയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വിലപ്പെട്ട 3 പോയിന്റ് ഹെയ്ത്തിക്ക് മേലുള്ള ഈ വിജയത്തിലൂടെ സ്കോട്ട്ലൻഡ് നേടി. സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് അടുത്ത 2 കളികൾ, ഗ്രൂപ്പ് ഘട്ടത്തിൽ അടുത്ത 2 കളികൾ കളിക്കാനുള്ള വലിയ ഊർജമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹെയ്ത്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ആ തിരിച്ചു വരവിൽ നമ്മുടെ സ്വന്തം ഡക്കൻ നാസനും ഉൾപ്പെടും. ഡക്കൻ നാസനും ലോകകപ്പ് കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.